മൂത്രത്തിലെ പത കാണുക. ഇത് കാണുമ്പോൾ തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവും, അല്ലെങ്കിൽ ഒരു പേടി വരും അവർക്ക്. എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ വരുന്നതെന്ന്. ഒരു 40 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ? ഇത് ജസ്റ്റ് ഒരു കിഡ്നി ഡാമേജ് മാത്രം കൊണ്ടാണോ വരുന്നത്, അല്ലെങ്കിൽ മറ്റ് കാരണങ്ങളുണ്ടോ ഇത് ഈ ഒരു മൂത്രത്തിൽ പത വരാൻ? അപ്പോൾ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം? ഹോമിയോപ്പതിയിലൂടെ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന ഡൗട്ടുകൾ എല്ലാവർക്കും തന്നെ ഉണ്ടാവാം. ആ ഡൗട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ക്യൂൻബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. നമുക്കറിയാം, റീനൽ സിസ്റ്റം എന്ന് പറയുമ്പം കിഡ്നി, ബ്ലാഡർ, യുറേറ്റർ ഈ ഒരു ഓർഗൻസ് ചേർന്നിട്ടുള്ളതാണ് റീനൽ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ബ്ലഡ് വോളിയം എന്ന് പറയുന്നത് ഒരു 4.5 മുതൽ 5.5 ലിറ്റർ വരെയാണ്. ഈ ഒരു ബ്ലഡ് വോളിയത്തിൻ്റെ അകത്ത് പ്രോട്ടീൻ ഉണ്ട്. ഈ പ്രോട്ടീൻ എന്ന് പറയുമ്പം ആൽബുമിനും ഉണ്ട്, അതേപോലെ തന്നെ ഗ്ലോബുലിൻ കണ്ടൻറ്റും ഉണ്ട്. ഈ ഒരു പ്രോട്ടീൻ്റെ സഹായത്തോടെയാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ ഫങ്ഷൻസും നടക്കുന്നത്. അതായത് നമ്മളെ മസിൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ, നമ്മളെ ഹെയർ, സ്കിന്ന്, അതേപോലെ തന്നെ RBC പ്രൊഡക്ഷൻ, അതായത് ചുവന്ന രക്താണുക്കളൊക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്നത് ഇത്തരം പ്രോട്ടീൻസ് ആണ്. അതായത് ആൽബുമിൻ, ഗ്ലോബുലിൻ പോലത്തെ ഇത്തരം പ്രോട്ടീൻസ് ആണ്. അപ്പോൾ ഈ ഒരു പ്രോട്ടീൻസ് നമ്മളെ ബോഡിയിൽ, അതായത് നമ്മളെ രക്തത്തിൽ ഓൾറെഡി പ്രസൻ്റ് ആണ്. പക്ഷെ അത് യൂറിനിലൂടെ കാണുമ്പോൾ, അല്ലെങ്കിൽ യൂറിനിൽ നമ്മൾ ആ പ്രോട്ടീൻസ് കാണുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് വെറീഡ് ആവുക. റീനൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ രക്തത്തിനെ ഫിൽട്ടർ ചെയ്തിട്ട് അത് യൂറിൻ വഴി, അല്ലെങ്കിൽ യൂറിനേറ്റ് ചെയ്ത് പോകുന്നതിനെയാണ് ഈ റീനൽ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ കിഡ്നി നമ്മുടെ യൂറിനെ, അതായത് നമ്മുടെ രക്തത്തിനെ ഫിൽട്ടർ ചെയ്യുന്നു. എന്നിട്ട് ആ ഫിൽട്ടർ ചെയ്തിട്ടുള്ള ആ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ഒരു എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആണ് യൂറിൻ എന്ന് പറയുന്നത്. നോർമൽ യൂറിൻ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ 1.5 ലിറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ ബേസിസ് ആണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത്. അതായത് നമ്മളെ യൂറിനറി ഔട്ട്പുട്ട് എത്രയാണോ അതിൻ്റെ ബേസിസ് ആയിരിക്കും നമ്മൾ ആ ഒരു തേഴ്സ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഫ്രോത്തി യൂറിൻ, അല്ലെങ്കിൽ മൂത്രത്തിൽ പത വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. മെയിനായിട്ടുള്ളതാണ് അവർക്ക് കിഡ്നി ഡാമേജ് എന്ന് പറയുമ്പോൾ എല്ലാവരും തന്നെ ഉദ്ദേശിക്കുന്നതാണ് റീനൽ സ്റ്റോൺ, അതായത് റീനൽ കാൽക്കുലി, അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ല് വരിക, അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കിഡ്നി സ്റ്റോൺ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ അമിതമായിട്ട് എന്തെങ്കിലും പ്രോട്ടീൻ ഇൻടേക്കോ, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ കൃത്യമായിട്ടുള്ള ജലാംശത്തിൻ്റെ അളവ് ഇല്ലെങ്കിലോ, അല്ലെങ്കിൽ ഓവർ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെയാണ് ഇത്തരം കിഡ്നി സ്റ്റോൺ ഡെവലപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദമുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ കൂടുതലായിട്ട് കലോറി അടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത് കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ആണ്. അതായത് കിഡ്നീൻ്റെ ആ ഒരു അപ്പർ പോളിലും മിഡിൽ കോർട്ടെക്സിലും അതേപോലെ തന്നെ ലോവർ കോർട്ടെക്സിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റോൺസ് ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അപ്പം ഒരു 4 mm സൈസുള്ള ഒരു സ്റ്റോൺ ആണെങ്കിൽ അത് നോർമലി നമ്മളെ യൂറിനിലൂടെ അത് പാസ് ഔട്ട് ചെയ്ത് പോകും. പക്ഷേ 4 mmനെക്കാട്ടും കൂടുതലായിട്ടുള്ള ഒരു സൈസുള്ള സ്റ്റോൺ ആണെങ്കിൽ അത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എക്സ്റ്റേണലി തന്നെ കഴിക്കണം. എന്നാലേ ഉള്ളൂ അത് നമ്മൾ ആ ഒരു സ്റ്റോൺ കംപ്ലീറ്റ് ആയിട്ട് അത് ഡിസോൾവ് ചെയ്ത് പോകത്തുള്ളൂ. അപ്പോൾ കിഡ്നി സ്റ്റോൺ ഉള്ള ആളുകൾക്കും ഇത്തരം മൂത്രത്തിൽ പത വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ശരീരത്തിൽ കൃത്യമായിട്ട് ജലാംശം മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി കൂടുതലായിട്ടും ഡീഹൈഡ്രേറ്റഡ് സ്റ്റേജിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ശരീരം എന്ന് പറയുമ്പം ഒരു ബോഡി ടെമ്പറേച്ചർ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കൃത്യമായ അളവിൽ നമ്മൾ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്നു, അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് റെക്കറൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് എസ്പെഷ്യലി ഫീമെയിൽസിലാണ് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുമ്പം ഷോർട്ട് യുറേത്ര, അതായത് സ്ത്രീകളെ നോക്കുമ്പോൾ അവരുടെ യുറേത്ര സ്ട്രക്ചർ ഭയങ്കര ഷോർട്ട് ആയിരിക്കും. അതേപോലെ തന്നെ അവരുടെ ആനൽ ഓപ്പണിങ്ങും അതേപോലെ തന്നെ യുറേത്രൽ ഓപ്പണിങ്ങും ക്ലോസ്ഡ് ആണ്. ഐ മീൻ വളരെ അടുത്തടുത്താണ്. അപ്പോൾ പെട്ടെന്ന് ഇൻഫെക്ഷൻസ്, അതായത് ആനസ് റീജിയനിലുള്ള ഇൻഫെക്ഷൻസ് പെട്ടെന്ന് യുറേത്രയിലേക്ക് സ്പ്രെഡ് ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അപ്പോൾ അത്തരം കാരണങ്ങളാണ് ഇത് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്നത്. എസ്ട്രീഷ്യ കോളയാണ് ഇതിൻ്റെ ഒരു ഏജൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് അത്തരം ബാക്ടീരിയാസ് ആണ് നമ്മൾ ആ ഒരു യൂറിനറി ട്രാക്റ്റിൽ ഡിപ്പോസിറ്റ് ചെയ്യും. അതിൻ്റെ ഒരു കോളനൈസേഷൻ കാരണമാണ് നമുക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരുന്നത്. അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ എന്ന് പറയുമ്പം
അതിശക്തമായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നു. അതായത് മൂത്രം ഒഴിക്കുമ്പോൾ ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവുന്നു. ചില ആളുകൾക്ക് യൂറിനേറ്റ് ചെയ്താലും ഇനിയും പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുന്നു. അതിശക്തമായിട്ടുള്ള നടുവേദന അനുഭവപ്പെടുന്നു. രാത്രി കാലങ്ങളിൽ പനി അനുഭവപ്പെടുന്നു. അതായത് വിറയലോട് കൂടിയിട്ടുള്ള ഒരു ചിൽസ് ഫീലിങ്സ് ഉണ്ടാവുന്നു. ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു യൂറിൻ ടെസ്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു വയറിൻ്റെ ഒരു സ്കാനിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂറിനറി ട്രാക്റ്റിൽ എന്തെങ്കിലും സ്റ്റോൺ ഫോർമേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ബ്ലാഡർ സ്റ്റോൺ ആണോ, അല്ലെങ്കിൽ റീനൽ കാൽക്കുലേ ആണോ എന്ന് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ 2 ടെസ്റ്റിലൂടെ തന്നെ നമ്മൾ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻസ് ആണോ എന്ന് നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു മൂന്നാമത്തെ കാരണം, അല്ലെങ്കിൽ മൂത്രത്തിൽ പത വരാനുള്ള ഒരു മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ബോഡി ബിൽഡേഴ്സിൻ്റെ കേസസിലൊക്കെ നമ്മളെ മസിൽസ് നമ്മൾ കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മളെ ബോഡിയിൽ പ്രോട്ടീൻ മെറ്റബോളിസം അമിതമാവുന്നു. അതായത് ക്രിയാറ്റിനിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് നമ്മളെ കിഡ്നിയിൽ അമിതമായിട്ട് ഉൽപ്പാദിക്കപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മളെ ബോഡിയിൽ കൂടുതലായിട്ടും ഉൽപ്പാദിക്കപ്പെടുന്നു. അപ്പോൾ ക്രിയാറ്റിനിൻ നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാലും ഇത്തരം മൂത്രത്തിൽ പത വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. നോർമൽ വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു 0.6 മുതൽ 1.2 ആണ് ക്രിയാറ്റിൻ്റെ ഒരു നോർമൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 1.2നേക്കാളും കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി ക്രിയാറ്റിനിലും ഡാമേജ്ഡ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അതിൻ്റെ ഒരു എക്സ്റ്റേണൽ സയൻസ് ആണ് ഈ ഒരു മൂത്രത്തിൽ പത കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ റീനൽ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻസ് വരുന്നു. സിസ്റ്റൈറ്റിസ് ആവാം, അതായത് ബ്ലാഡറിന് ഇൻഫ്ലമേഷൻ വരുന്നു, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വരുന്നു. പുരുഷന്മാരിൽ നോക്കുവാണെങ്കിൽ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയിൽ വീക്ക്നെസ് വരുന്നു, അല്ലെങ്കിൽ അതിനൊരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ബിനൈൻ പ്രോസ്ട്രറ്റിക് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നു. അപ്പം അതുമൂലം, അതായത് റെക്കറൻ്റ് ആയിട്ട് ഇത്തരം ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ നിങ്ങളുടെ ബോഡീനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതുമൂലവും നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ, അതായത് മൂത്രത്തിൽ പത വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി എന്ന് പറയുമ്പം പുരുഷന്മാരിൽ സെമൻ പ്രൊഡക്ഷനും അതേപോലെ തന്നെ യൂറിൻ ഫ്ലോനെയും സഹായിക്കുന്ന ഒരു ഗ്ലാൻഡാണ്. അപ്പം നമ്മളെ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയിൽ നീർക്കെട്ടുണ്ടാവുമ്പോൾ അത് വലുതാവുമ്പോൾ അതിൻ്റെ പിന്നിലായിട്ടുള്ളൊരു സ്ട്രക്ചറാണ് യുറേത്ര എന്ന് പറയുന്നത്. ഈ യുറേത്രയിൽ കംപ്രഷൻ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അത് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോകുന്ന ഒരവസ്ഥ വരുന്നു. അപ്പം മൂത്രം കൃത്യമായിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. ചില ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകേണ്ട ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ടോയ്ലറ്റിൽ പോയാലും ഒരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ് ഉണ്ടാവുന്നു. നടുവേദന അനുഭവപ്പെടാം. രാത്രി കാലങ്ങളിൽ ഇത്തരം റെക്കറൻ്റ് ആയിട്ട് അർജിങ് ഉണ്ടാവുന്നു, അതായത് യൂറിനേറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരുന്നു. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രോസ്ട്രേറ്റ് എഫക്റ്റഡ് ആണെന്ന് മനസ്സിലാക്കാം. അതിന് നിങ്ങൾക്കൊരു സ്കാനിങ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രേഡ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, അതായത് ആൻറ്റി ഡിപ്രസൻ ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ ആസ്പിരിൻ, ആൻറ്റാസിഡ്സ് പോലത്തെ എന്തെങ്കിലും ടാബ്ലറ്റ്സ് ഹൈ ഡോസിൽ നിങ്ങൾ 2 ടൈംസ് ആയിട്ട് ഡെയിലി എടുക്കുന്നുണ്ടെങ്കിലും അതുമൂലം നമുക്ക് കിഡ്നിയിൽ ഡാമേജ് ഉണ്ടാവും. അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ബ്ലഡ് അവിടെ ഫിൽട്ടർ ചെയ്യാത്തൊരവസ്ഥ വരുന്നു. അപ്പോൾ നമുക്ക് യൂറിൻ്റെ അകത്ത് ഈ ഒരു പത വരാനുള്ളൊരു ചാൻസസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് റെക്കറൻ്റ് ആയിട്ട് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഡെങ്കു, ചിക്കൻ ഗുനിയ, ചിക്കൻ ബോക്സ് പോലത്തെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് റെക്കറൻ്റ് ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും അപ്പോൾ നമ്മളെ പ്രതിരോധ ശേഷി കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ്ഡ് ആവും. അപ്പോൾ അതുമൂലം നമ്മൾ കിഡ്നിയിൽ ഡാമേജസ് ഉണ്ടാക്കുന്നു. അപ്പോൾ അതുമൂലം നമുക്ക് ഇത്തരം മൂത്രത്തിൽ പത വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ BP, അതായത് ബ്ലഡ് പ്രഷറിൽ വേരിയേഷൻസ് കാണിക്കുന്നത്. എസ്പെഷ്യലി ഹൈപ്പോ ടെൻഷൻ കേസസിലാണ് ഇത്തരം മൂത്രത്തിൽ പത കാണുന്നത്. കാരണം നമ്മൾ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നത് മെയിൻലി കിഡ്നിയാണ്. അപ്പോൾ കിഡ്നിക്ക് എന്തെങ്കിലും ഒരു ഡാമേജ് വരുമ്പോൾ നമുക്ക് പ്രഷറിൽ വേരിയേഷൻസ് കാണിക്കും. അപ്പോൾ അത്തരം ആളുകൾക്ക് സാൾട്ടിൻ്റെ ഇൻടേക്ക് കഴിവതും റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓവർ സാൾട്ട് ഇൻടേക്ക് ആണെങ്കിൽ നമുക്ക് ഇത്തരം ബ്ലഡ് വെസൽസ് ഡാമേജ് ആവുകയും അല്ലെങ്കിൽ ഹൈപ്പോ ടെൻഷൻ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ പോലത്തെ കേസസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഡെയിലി എടുക്കുന്ന സാൾട്ടിൻ്റെ എമൗണ്ട് കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഗ്രാൻഡ് പാരൻസിനോ അല്ലെങ്കിൽ ഫാദറിനോ മദറിനോ ഇത്തരം റെക്കറൻ്റ് ആയിട്ട് ഇത്തരം ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം കിഡ്നി കംപ്ലയിൻസ് ഉണ്ടെങ്കിലും അതുമൂലവും നമുക്ക് അത് ഹെറിഡിറ്ററി ടെൻഡൻസി ആയിട്ട് നമുക്കും വന്നു ചേരാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ IgA നെഫ്രോപ്പതി പോലത്തെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിലും ഇത്തരം സിംറ്റംസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അപ്പം ഈ ഒരു റീസൺസ് അല്ലെങ്കിൽ ഇത്തരം
ഇത്തരം കാരണങ്ങളാണ് നിങ്ങളുടെ ശരീരത്തിൽ, അതായത് യൂറിൻ്റെ അകത്ത് പത വരാനുള്ള റീസൺസ് എന്ന് നമുക്ക് പറയാം. അപ്പം നോർമലി കിഡ്നി എന്ന് പറയുമ്പം നമ്മുടെ രക്തത്തിനെ ഫിൽട്ടർ ചെയ്യുന്നു, അത് എക്സ്ട്രീറ്റ് ചെയ്തിട്ട് യൂറിൻ പുറന്തള്ളപ്പെടുന്നു. അപ്പം ആ ഒരു ഫിൽട്രേഷൻ ചാമ്പറിൽ അല്ലെങ്കിൽ ഫിൽട്രേഷൻ പ്രോസസ്സിൽ പ്രോട്ടീൻ ലീക്കേജ് ഉണ്ടാവുന്നില്ല. അതായത് രക്തം അവിടെ ഫിൽട്ടർ ചെയ്യപ്പെടുകയും പക്ഷേ അവിടെ പ്രോട്ടീൻ അവിടെ ഫിൽട്ടർ ചെയ്യപ്പെടുന്നില്ല. നമുക്കറിയാം കിഡ്നീൻ്റെ അകത്ത് ചെറിയ ചെറിയ ഒരു മൈക്രോ സൈസിൽ വരുന്നതാണ് ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. ഈ ഗ്ലോമറുലസ് എന്ന് പറഞ്ഞാൽ ഒരു അരിപ്പ പോലത്തെ ഒരു സ്ട്രക്ചറാണ്. അതായത് നമ്മളെ ആ ഒരു രക്തത്തിന് ഫിൽട്ടർ ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഡാമേജ് വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു അരിപ്പയ്ക്ക് ഡാമേജ് വരുമ്പോൾ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു വിള്ളൽ വീഴുമ്പോൾ അതിൻ്റെ ആ ഒരു ഡാമേജ് ഇല്ലാതാവുമ്പോൾ അപ്പോൾ അതുമൂലം അതിലൂടെ പ്രോട്ടീൻ ലീക്കേജ് ഉണ്ടാകുന്നു. പ്രോട്ടീൻസ് എന്ന് പറയുമ്പം ആൽബുമിൻ, ഗ്ലോബുലിൻ പോലത്തെ ഇത്തരം പ്രോട്ടീൻസ് ലീക്ക് ചെയ്യപ്പെടുന്നു. അപ്പോൾ അതുമൂലമാണ് നമുക്ക് യൂറിൻ്റെ അകത്ത് ഇൻഫെക്ഷൻസ് കാണുന്നത്, അല്ലെങ്കിൽ യൂറിൻ്റെ അകത്ത് പത വരാനുള്ളൊരു ചാൻസസ് എന്ന് പറയുന്നത്. അതായത് പ്രമേഹ രോഗികളുടെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് അതിശക്തമായിട്ടുള്ള ആ ഒരു ബ്ലഡ് ഷുഗർ കാരണം, അതായത് രക്തത്തിൽ പഞ്ചസാരേൻ്റെ അളവ് കൂടുന്നത് കാരണം ഇത്തരം ബ്ലഡ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഈ ഒരു ഗ്ലോമറുലസിനെ ഡാമേജ് ആക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു വെസൽ സ്ട്രക്ചർ ഡാമേജ് ആക്കുന്നു. അപ്പോൾ അതുമൂലം അത് ഡാമേജ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് കൃത്യമായിട്ട് യൂറിൻ ഫിൽട്ടർ ചെയ്ത് പോവില്ല. യൂറിൻ ഫിൽട്ടർ ചെയ്ത് പോയി കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് പ്രോട്ടീൻ്റെ പ്രസൻസ് ഉണ്ടാവുന്നു. അതായത് മൈക്രോ ആൽബുമിൻ പോലത്തെ ഇത്തരം പ്രസൻസ് നമ്മളെ യൂറിനിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺസ് എന്ന് പറയുമ്പോൾ അതിശക്തമായിട്ടുള്ള, അതായത് പ്രമേഹ രോഗികളിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു ടെസ്റ്റ് എന്ന് പറയുമ്പോൾ, ഇത്തരം മൂത്രത്തിൽ പത കാണുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ടെസ്റ്റ് എന്ന് പറയുമ്പോൾ മൈക്രോ ആൽബുമിൻ ടെസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു യൂറിൻ്റെ അകത്ത് എത്രത്തോളം ആൽബുമിൻ പ്രസൻ്റ് ആണെന്ന് മനസ്സിലാക്കാം. നോർമൽ ആൽബുമിൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 30 ml ആണ്. ഒരു 300 ml കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് ഹൈപ്പർ ആൽബുമിനൂറിയ എന്ന് പറയുന്നത്. അതായത് യൂറിൻ്റെ അകത്ത് 300 ml എബോവിൽ ആൽബുമിൻ കാണുവാണെങ്കിൽ നിങ്ങളുടെ കിഡ്നി അത്രയും ഡാമേജ്ഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ് തന്നെ ഡാമേജ്ഡ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കിഡ്നി സ്റ്റോണോ അല്ലെങ്കിൽ ബ്ലാഡർ ഇൻഫ്ലമേഷനോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഇൻഫെക്ഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കാനിങ് എടുത്ത് നോക്കാം. അതായത് വയറിൻ്റെ ഒരു സ്കാനിങ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻസ് ഉണ്ടോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ 2 ടെസ്റ്റുകൾ ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു മൂത്രത്തിലെ പത വരുന്നതിൻ്റെ റീസൺസ് എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം ടൂ മച്ച് വർക്കൗട്ട് കഴിവതും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞു, ഈ ഒരു ഓവർ വർക്കൗട്ട് കാരണം നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ മെറ്റബോളിസം അധികമാവുന്നു, അല്ലെങ്കിൽ ക്രിയാറ്റിൻ്റെ ആ ഒരു ഫംഗ്ഷൻ കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഓവർ വർക്കൗട്ടുള്ള ആളുകളാണെങ്കിൽ ഒരു മിതമായ രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഒരു ഡെയിലി ഒരു 10 to 15 ഗ്ലാസ് വെള്ളം, ഒരു തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കാൻ ശ്രമിക്കുക. അതായത് നമ്മുടെ ബോഡിയിൽ ജലാംശം നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഇത്തരം മൂത്രത്തിൽ പത വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴും കിഡ്നി മാത്രമല്ല അവിടെ ആ ഒരു ഫ്രോത്തി യൂറിൻ വരാനുള്ള റീസൺസ് എന്ന് പറയുന്നത്. അതിൻ്റെ റീസൺസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡീഹൈഡ്രേഷൻ, അതേപോലെ തന്നെ ഓവറായിട്ട് ഇൻഫെക്ഷൻസ് വരിക, ഇൻഫ്ലമേഷൻസ് വരിക. അപ്പോൾ ഇത്തരം കാരണങ്ങളാണ് നമുക്ക് ഇത്തരം ഫ്രോത്തി യൂറിൻ വരുന്നത്. അപ്പം നിങ്ങൾ എപ്പോഴും ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ സാൾട്ടിൻ്റെ ഇൻടേക്ക് കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക. കാരണം സാൾട്ടിൻ്റെ ഇൻടേക്ക് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് പ്രഷറിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുമൂലം കിഡ്നി ഡാമേജസ് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അപ്പോൾ കഴിവതും സാൾട്ടിൻ്റെ ഇൻടേക്ക് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല രീതിയിലൊരു സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ കൂടുതലായിട്ട് സ്ട്രെസ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ കിഡ്നീൻ്റെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് കോർട്ടിസോൾ എന്ന് പറയുന്ന ആ ഒരു സ്ട്രെസ് ഹോർമോൺ ഇൻക്രീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഉൽപ്പാദിക്കപ്പെടുന്നത്. നമ്മൾ അമിതമായിട്ട് ടെൻഷനോ അല്ലെങ്കിൽ സ്ട്രെസ് ഉള്ള ആളുകളാണെങ്കിൽ ഈ ഒരു കോർട്ടിസോൾ ഹോർമോണ് കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതുമൂലം നമുക്ക് കിഡ്നിയിൽ ഡാമേജസ് ഉണ്ടാകുന്നു. കാരണം കിഡ്നീൻ്റെ തൊട്ട് മുകളിലായിട്ട് ഈ ഒരു അഡ്രിനൽ ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് കൂടുതലായിട്ട് പ്രഷർ വരുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള സ്ട്രക്ചറായിട്ടുള്ള കിഡ്നിയിലും ഡാമേജസ് ഉണ്ടാകുന്നു. അപ്പോൾ നമ്മളെ യൂറിനറി ട്രബിൾസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അതേപോലെ പ്രഗ്നന്റ് ലേഡീസ് ഉള്ള ആളുകളിലും ഇത്തരം ഫ്രോത്തി യൂറിൻ കണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുമ്പം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു യൂട്രസ് എൻലാർജ്ഡ് ആവും, അതായത് ബേബി ഉള്ളത് കൊണ്ട് തന്നെ യൂട്രസ് എൻലാർജ്ഡ് ആവും. അപ്പോൾ അതുമൂലം അതിൻ്റെ അടുത്തായിട്ടുള്ള സ്ട്രക്ചറാണ് ബ്ലാഡർ എന്ന് പറയുന്നത്, യൂറിനറി ബ്ലാഡർ. ആ ബ്ലാഡറിന് പ്രഷർ വരുന്നു. അതായത് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഇത് യൂട്രസ് ആണെങ്കിൽ ഇതിൻ്റെ പിന്നിലായിട്ട് അല്ലെങ്കിൽ കുറച്ച് അടുത്തായിട്ടാണ് യൂറിനറി ബ്ലാഡർ ഉള്ളത്. അപ്പോൾ ഇതിങ്ങനെ വികസിച്ച് വരുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള സ്ട്രക്ചർ ഓട്ടോമാറ്റിക്കലി അവിടെ കംപ്രഷൻ വരുന്നു. അപ്പോൾ അതുമൂലം കൃത്യമായിട്ട് നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അതായത് യൂറിൻ ബ്ലാഡറിൽ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ വരുന്നു. അപ്പോൾ അതുമൂലം നമുക്ക് റെക്കറൻ്റ് ആയിട്ട് പ്രഗ്നന്റ് ലേഡീസിൽ നോക്കുകയാണെങ്കിൽ റെക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ
ഇത്തരം യൂറിനറി ട്രബിൾസ് റെക്കറൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഫ്രോത്തി യൂറിനും കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുമ്പം ഈ ഒരു പ്രഷർ, അതായത് ബ്ലാഡറിൽ ഉണ്ടാകുന്ന പ്രഷറാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം വാട്ടർ ഇൻടേക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങളെ കിഡ്നീനെ ഡാമേജ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണവും കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക. അതായത് സ്പൈസി ഫുഡ്, ഓവറായിട്ടുള്ള ജങ്ക് ഫുഡ്, മസാലാസ് ഒക്കെ ഉണ്ടെങ്കിൽ കഴിവതും അതൊന്ന് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഓവർ വെയിറ്റ് ഉള്ള ആളുകളാണെങ്കിലും അവരെ വെയിറ്റ് മിതമായ രീതിയിൽ അത് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതായത് വർക്കൗട്ട് ചെയ്തിട്ടൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരം ഫ്രോത്തി യൂറിൻ അല്ലെങ്കിൽ മൂത്രത്തിൽ പത വരുന്നതിൻ്റെ ആ ഒരു ടെൻഷൻ നമുക്ക് കഴിവതും കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഹോമിയോപ്പതി ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് മെഡിസിൻസ് ഇത്തരം കേസസിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് സരസപെരല, ലൈക്കോപോഡിയം, എപ്പിസ്, കാന്താരിസ് പോലത്തെ ഒരുപാട് മെഡിസിൻസ് ഇത്തരം കണ്ടീഷൻസിന് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം അസുഖത്തെ നമുക്ക് പൂർണ്ണമായിട്ടും റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ കൂടുതൽ പാനിക് ആവാതെ അല്ലെങ്കിൽ കൂടുതൽ കോൺഷ്യസ് ആവാതെ നിങ്ങളൊരു മിതമായ രീതിയിൽ മൈൻഡ് റിലാക്സ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻസിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്